നമസ്കാരം. സാക്രോയിലൈറ്റിസ് എന്ന അവസ്ഥയിൽ ചെയ്യേണ്ട വ്യായാമം. വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഈ വ്യായാമം ചെയ്യുക. 90-90 എന്ന വ്യായാമം ഇടുപ്പും മുട്ടും 90 ഡിഗ്രി മടക്കി വെച്ച് കാൽവണ്ണ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്ന രീതിയിൽ 10 മിനിറ്റ് ഇങ്ങനെ അനങ്ങാതെ കിടക്കുക. കാലിൻ്റെ വെയിറ്റ് മുഴുവൻ സ്റ്റൂളിൽ കൊടുക്കുന്ന രീതിയിൽ വേണം കിടക്കാനായിട്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ പെൽവിക് ലിഫ്റ്റ്. ഇരുമുട്ടുകളും മടക്കി വെച്ച് ശ്വാസം ഉള്ളിലോട്ടെടുത്ത് നടുമേലേക്ക് ഉയർത്തുക. 10 വട്ടമാണ് ഈ വ്യായാമം ചെയ്യേണ്ടത്. ഹോൾഡ് ഇല്ലാതെ വേണം പെൽവിക് ലിഫ്റ്റ് ചെയ്യാനായി. സേതുബന്ധാസനമെന്നും ബ്രിഡ്ജെന്നും അറിയപ്പെടുന്നത് പെൽവിക് ലിഫ്റ്റ് എന്ന വ്യായാമം തന്നെയാണ്. ഇരുമുട്ടുകളും മടക്കി വെച്ച് ഇരുവശങ്ങളിലേക്കും കാൽമുട്ട് ഒരുമിച്ച് ചലിപ്പിക്കുക. ലോവർ ട്രങ്ക് റൊട്ടേഷൻ എന്ന ഈ വ്യായാമം 20 വട്ടമാണ് ചെയ്യേണ്ടത്. ഹോൾഡ് ഇല്ലാതെ വേണം ഈ വ്യായാമം ചെയ്യാൻ. തുടങ്ങി വലത് സൈഡിൽ പോയി വീണ്ടും ഇടത് സൈഡിൽ പോയി നടുക്ക് വരുന്നതിനെ 1 എന്ന് കണക്ക് കൂട്ടിയാണ് 20 വട്ടം ചെയ്യേണ്ടത്. നീ ചെസ്റ്റ് എന്ന വ്യായാമം ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ഇടത് കാൽമുട്ട് മടക്കി നെഞ്ചോട് ചേർക്കുക. വളരെ സാവധാനം ഈ വ്യായാമം ചെയ്യുക. 10 വട്ടം ഇടത് കാൽ ചെയ്തതിന് ശേഷം 10 വട്ടം വലത് കാൽ ചെയ്യുക. മൂന്നാമത്തെ ഘട്ടത്തിൽ ഇടുപ്പും മുട്ടും 90 ഡിഗ്രി മടക്കി വെച്ച് ഒരു കാൽ ശരീരത്തോട് ചേർന്നും മറുകാൽ ശരീരത്തോട് അകന്നു പോകുന്ന രീതിയിലും മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ആ രണ്ട് മൂവ്മെൻറ്റിനെയും ഇരു കൈകൾ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പ്രഷർ കൊടുത്ത് തടയുക. നിലവിൽ ഇടത് കാൽമുട്ട് ശരീരത്തോട് ചേർക്കാൻ ശ്രമിക്കുന്നു, കൈകൊണ്ട് തടയുന്നു. ഇപ്പോൾ വലത് കാൽമുട്ട് ശരീരത്തോട് ചേർക്കാൻ ശ്രമിക്കുന്നു, കൈകൊണ്ട് തടയുന്നു. സൈമിൾട്ടേനിയസ് ആയിട്ട് ഇടത് കൈ ചെയ്യുന്ന സമയത്ത് വലത് കാൽമുട്ട് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തടയുന്നു. ഇപ്പോൾ ഇടത് കാൽമുട്ട് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തടയുന്നു. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പ്രഷറാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വലത് കാല് പുറത്തോട്ടും ഇടത് കാൽ ശരീരത്തോടും ചേർക്കാൻ ശ്രമിക്കുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 10 വട്ടം. ഇപ്പോൾ ചെയ്യുന്നത് ഇടത് കാൽ പുറത്തോട്ടും വലത് കാൽ ശരീരത്തോടും ചേർന്ന് വരുന്ന രീതിയിൽ ഉള്ള മൂവ്മെൻറ്റിനെയാണ് ഓപ്പോസിറ്റ് പ്രഷർ കൊടുത്ത് തടയുന്നത്. ഇത് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 10 വട്ടം മാറി മാറി ചെയ്യുകയാണ് ഈ എക്സസൈസിൽ ചെയ്യേണ്ടത്. ഇത് ഇരുവശങ്ങളിലുമുള്ള സാക്രോയിലിയാക് ജോയിൻറ്റിന് വളരെ നല്ല ബലം നൽകുന്ന എക്സസൈസാണ്. അവസാനമായി കമിഴ്ന്ന് കിടന്ന് ഇരു കാലുകളും ഒരുമിച്ച് പൊക്കി കാൽപാദം തമ്മിൽ അകത്തി വീണ്ടും ചേർന്ന് താഴ്ത്തുക. ഉയർത്തി ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് വീണ്ടും ചേർന്ന് വന്ന് താഴ്ത്തുക. ഹോൾഡ് ഇല്ലാതെയാണ് ഈ വ്യായാമം ചെയ്യേണ്ടത്. സാക്രോയിലിയാക് ജോയിൻറ്റിലെ ലിഗമെൻസിനെ ബലപ്പെടുത്താൻ ഈ വ്യായാമം വളരെ പ്രയോജനപ്രദമാണ്. താങ്ക് യു.